Je rêvais d'un monde nouveau, sans excès cette fois, plutôt plus courtois, un monde bien plus beau. Je l'ai déjà vu 1000 fois, mais jamais sans toi. J'ai cru qu'on était bien ensemble, que rien n'était plus important. Y avait un truc en moi pourtant, je voyais un truc en toi tout ce temps. Là c'est d'être face aux choses qu'on n'oublie pas. Mais dis-moi qu'il n'est jamais trop tard. Perdons la mémoire, j'y crois. Moi, je rêvais d'un monde nouveau, seulement tous les deux. Ouais, je rêvais d'un monde nouveau, seulement amoureux. Regarde comme on vit bien ensemble, regarde comme tout s'éclaire ensemble. Ouais, je rêvais. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കർത്താവായ യേശുവേ, ഈ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ വർഷിച്ചുകൊണ്ടിരുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഈ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവരുടെ യാത്രയെയും സുരക്ഷിതമായി ഇന്നത്തെ തിരുക്രമങ്ങളിൽ പങ്കുചേരുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന പുത്രാദികളെയും ഇന്നത്തെ തിരുക്രമത്തെ ഏറ്റവും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അനുഭവിക്കുവാനുള്ള വലിയ അവസരമാക്കി ഇന്നത്തെ തിരുക്രമങ്ങളെയും ഇന്നത്തെ ആഘോഷത്തെയും മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് സ്വർഗ്ഗസ്നായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. അനിത്യയെയും ക്ഷമയെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സൃഷ്ടി കർത്താവിനോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ
കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവേ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. തനിക്കയുടെ പേരും കുടുംബാംഗങ്ങളുടെ പേരും നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Give me your strength and show me your weakness. We're in this together now. We're in this together now. Give me your love and tell me your secrets. 'Cause we're in this together now. Yeah, we're in this together now. I'll keep you safe, I'll give you my everything. Even if we're falling down, even if we're falling down, all of me is yours, every part of me. 'Cause we're in this together now, you and me together now. What's the point of living if we're scared to lose each other? What's the point of living without you? Tell me now and I'll stop fighting. Tell me now and I'll stop breathing. I don't want to be here without you. Without you. Without you. Without you. Without you. No, 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 no. I'll be your light, I'll keep you from darkness. Even when the sun don't shine, even when the sun don't shine, give me your strength and show me your weakness. 'Cause we're in this together now, you and me together now.
എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. 2026 2 സമ്മാനങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഷെബിന് സമ്മാനമായ കമ്മിറ്റിയും അനിത്യക്ക് സമ്മാനമായ ഷെബിനും ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പുതിയ വർഷത്തിലെ സമ്മാനം എന്നതിൽ അതിൽ കയ്യേറി കൊടുത്ത് അവർക്ക് എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. യെസ്, 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വളർന്നവരാണ് ഷെബിനും അനിത്യയും. ദൈവ നിയോഗപ്രകാരം വിവാഹ ജീവിതത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. സ്നേഹം നിറഞ്ഞ വൈദികരെ, കുന്നത്തേട്ട് കന്യാകുളം കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ഏറ്റവും സ്നേഹമുള്ള ഷെബിൻ, അനിറ്റ, ഇന്ന് ഇവർ രണ്ടുപേരും ഈ ദേവാലയത്തിൽ ദൈവജനത്തിന് മുമ്പിൽ, സഭയുടെ മുമ്പിൽ തങ്ങൾ വിവാഹിതരാകാൻ സമ്മതരാണെന്ന് സമ്മതം അറിയിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഇവരെ ഈ ദേവാലയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർത്ത് ഇന്ന് ഇവിടെ സമ്മതം നൽകുമ്പോൾ ആ സമ്മതത്തോടൊപ്പം വലിയ ഉത്തരവാദിത്വം കൂടി അവർ നൽകപ്പെടുകയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റവും വിശുദ്ധിയോടുകൂടി, ഏറ്റവും തീക്ഷ്ണതയോടുകൂടി മരണം വരെ കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയ വിഭാവനങ്ങൾ ദൈവത്തിൽ നിന്നും യാചിച്ചുകൊണ്ട് ഈ തിരുക്രമങ്ങളിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. ഇവിടെ ആയിരിക്കുന്ന സ്നേഹമുള്ള പേരാവരാശ്രമത്തിന്റെ ഡയറക്ടർ അച്ഛൻ തോമസ് കുര്യാലച്ചനെയും, സ്നേഹമുള്ള ജോഷിയച്ചനെയും, അതുപോലെ പേരാവരാശ്രമത്തിൽ നിന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ട വൈദ്യുതികളെയും ഒത്തിരി സ്നേഹത്തോടെ ഈ തിരുക്രമങ്ങളിലേക്ക് സ്വാഗതം ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുഖത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യ മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്തവരെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായ തിരുമുമ്പിൽ അടഞ്ഞിരിക്കുന്ന അനിത്യയും ഷെബിനെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവേ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ നടന്നിരിക്കുന്ന ഈ ദാസ
കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ കേൾക്കുകയും ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ കർത്താവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതിരത്തെയും സൂക്ഷിച്ചുകൊള്ളുകയും അകൃത്യത്തിൽ അകന്ന് നന്മ ചെയ്യുകയും സമാധാനം തേടി അതിനെ പിന്തുടരുകയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം ഇസഹാക്കിന്റെ ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിനടുത്തിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. പരിശുദ്ധ സുവിശേഷം അധ്യായം 10:1 വാക്യങ്ങൾ. അവൻ അവിടം വിട്ട് യൂദായിലേക്കും യോർദാൻ മലകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവൻ പറഞ്ഞു, ഉപേക്ഷാപാത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും
അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹത്തിന്റെ വ്യക്തമായി മനസ്സമ്മതം പറയാൻ തയ്യാറായിരിക്കുന്ന ഇന്നത്തെ വിശുദ്ധ കുർബാന സഹകാർമ്മികരായ ജോഷിയച്ഛൻ, അച്ഛൻ, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ജോഷിയച്ഛൻ ഞങ്ങൾ കല്ലയുടെ അച്ഛനെ വിളിക്കും. കാരണം കല്ലടയിൽ നിന്നാണ് അച്ഛനെ വിളിക്കുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചാ വിഷയമായി. പോയ അച്ഛന്മാരും പോകാനുള്ള അച്ഛന്മാരും ഇതിനെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ച് ചിന്ത അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നു. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ലാത്തതും ഇങ്ങനെ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. യൂറോപ്പിലുള്ളതുമായൊരു രീതിയുണ്ട്. അതായത് അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് തീർത്ഥാടന കേന്ദ്രം, നല്ല നല്ല പാലങ്ങൾ, ബ്രിഡ്ജസ്, അതുപോലെ ഷ്രൈൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് താഴുകൾ കാണാം. താഴുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നല്ല നല്ല പാലങ്ങളിൽ, കൈവരികളിൽ ഒരുപാട് താഴുകൾ, ഗോൾഡ് കളർ, സിൽവർ കളർ, പുതിയത്, പഴയത്, തുരുമ്പെടുത്തത്, ഇങ്ങനെ ഒരുപാട് ചില തീർത്ഥാടന കേന്ദ്രങ്ങളും കാണാം. ഇപ്പം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് വിവാഹം കഴിയുന്ന ദമ്പതിമാര് പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. പുതിയൊരു താക്കോൽ കയ്യിൽ കാണും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ആ താഴ് ഇങ്ങനെ അരിഞ്ഞ്, പ്രത്യേകിച്ച് പാലത്തിന്റെ കൈവരിയിലിട്ടിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് പറയും, ഇത് നമ്മുടെ വിവാഹ ബന്ധത്തിന്റെ ഒരു അടയാളമാണ്. ഇപ്പോഴത്തെ കൂട്ടുകയാണെങ്കിൽ ഒരിക്കലും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ താക്കോല് പുഴയുടെ ആഴങ്ങളിലേക്ക് വലിച്ചത്. പിന്നെ താഴ് മാത്രം അതൊരു പ്രതീകമാണ്. അതായത് ദൈവം കൂട്ടിയോജിപ്പിച്ചത് ഒരിക്കലും വേർപെടാൻ പാടില്ല. അതാണ് ഇങ്ങനെ താക്കോലുകൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത്. നമുക്കറിയാം ഇന്ന് യൂറോപ്പിൽ പോൽ വിവാഹമോചനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കല്യാണം കഴിക്കുന്ന നവദമ്പതിമാരെ ഇത് അനുഷ്ഠിക്കും. കാരണം ഇത് അവസാനം വരെയുള്ളൊരു ബന്ധമാണ്. അങ്ങനെയുള്ള ഒരു ബന്ധത്തിന് മനസ്സമ്മതം പറയാനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്, അല്ലെ? ശരിയല്ലേ? ഷെവിനും അനുചി ഇന്നത്തെ സുവിശേഷത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അതെങ്ങനെയാണ്? ഈശോ അവിടെ വിട്ട് യൂദയായിലേക്കും ജോർദാനും മറുകരയിലേക്കും പോയി. ആ സ്ഥലത്തിന്റെ പേര് മാത്രം പറഞ്ഞിട്ടില്ല. അതായത് ജോർദാനും മറുകര, യൂദയായിൽ നിന്ന് വിട്ട് ജോർദാനും മറുകര. ആ സ്ഥലത്തിന്റെ പേര് പെരയ എന്നാണ്. അവിടെ വെച്ചാണ് ഫരിസയർ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. പുരുഷന് സ്ത്രീയെ ഉപേക്ഷിക്കാവോ, സ്ത്രീക്ക് പുരുഷനെ ഉപേക്ഷിക്കാവോ എന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യകർത്താക്കൾ ആ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം? ആ സ്ഥലത്തിന്റെ പേരിന് പ്രത്യേകതയുണ്ട്. പെരയ. അവിടെ വെച്ചാണ് സ്നാപയോഹന്നാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സ്നാപയോഹന്നാൻ എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നറിയോ? കുടുംബ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്, അല്ലേ? ഹെറോദസ് തന്റെ അനുജനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദയായി സ്വന്തമാക്കി വെച്ചപ്പോൾ സ്നാപയോഹൻ പറഞ്ഞു, ഇത് ദൈവത്തിനെതിരാണ്, ദൈവിക നീതിക്കെതിരാണ്. കാരണം നിനക്കൊരു ഭാര്യ നീ വേറൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കുന്നു. അതിനെതിരെ ശക്തമായി സംസാരിച്ചതുകൊണ്ടാണ് യോഹന്നാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതേ സ്ഥലത്ത് വെച്ച് ഈശോയെ പരീക്ഷിച്ച് കൊടുക്കാനുള്ള തന്ത്രമായിരുന്നു. ഈശോ എന്തെങ്കിലും പറഞ്ഞ് ഹെറോദസിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ ഈശോയെ ട്രാപ്പ് ചെയ്യാനുള്ള പദ്ധതിയാണ്. പക്ഷെ ഈശോ അതിന് വേറെ രീതിയിലാണ് ഉത്തരം കൊടുക്കുന്നത്. ഈശോ പറയാണ്, ദൈവത്തിന്റെ പദ്ധതിക്കാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഈശോയുടെ ശ്രദ്ധ ആവശ്യമാണ്. ഈ ദാസനെ
വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി വധൂവരന്മാർ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സാക്ഷികളും മുന്നോട്ടുകളും വരാനായിട്ട് പരിശ്രമിക്കുക. സാക്ഷികളോടുള്ള ചോദ്യത്തിന് ഉത്തരമായി ഞങ്ങൾ സാക്ഷികളാണ് എന്നാണ് മറുപടി നൽകേണ്ടത്. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ജോർജ് എന്ന ഷെബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കുദാശയിലൂടെ അനിറ്റ എന്ന അന്നമ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അനിറ്റ എന്ന അന്നമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കുദാശയിലൂടെ ജോർജ് എന്ന ഷെബിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ അനിറ്റയെയും ഷെബിനെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാർഗസ്യത്തിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായിരിക്കും. ദൈവത്തിന്റെ പ്രതിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാള നീതി ഞാൻ നാഥ
ഞാൻ നിൻ മണവാട്ടി, നീയാണെൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. ഏതൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതിയാ നാഥ, ഞാൻ നിൻ മണവാട്ടി, നീയാണെൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. അനീറ്റ, ഷെബിൻ നവവധൂ പരമ്പരയായി അണിഞ്ഞൊരുങ്ങിയത് അവരുടെ മനസ്സമ്മതം കഴിഞ്ഞ് ഹോളിലേക്ക് വരികയാണ്. നമുക്കെല്ലാവർക്കും അവരെ സ്റ്റേജിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാം. നമുക്കറിയാം, കുന്നത്തേട്ട് കാഞ്ഞിരക്കുളം രണ്ട് ഫാമിലികളും ഒന്നു ചേരുന്ന ഒരു സുന്ദര സുദിനമാണിത്. രണ്ട് ഫാമിലികൾക്കും അവരുടെ ഫ്രണ്ട്സിനും ഒക്കെ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഒരു ഡാൻസിന്റെ കമ്പടിയോട് കൂടി തന്നെ അവരെ സ്വീകരിക്കാം. So let's make some noise. Put your hands together and welcome our beautiful bride and groom, Anita and Shravan, to the stage. So let's put our hands together for the heroine of our most beautiful and elegant bride to be, Anita. पास
ഐശ്വര്യവും ശക്തിയും കൃപയും നൽകി അവളെ വളർത്തി അവളുടെ അച്ഛനെയും അമ്മയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. They are not just given us Anita, but have so warmly welcomed Shebin as their own. A heartfelt welcome for Joy Uncle and Nancy Angel. ഷെബിൻ ചേട്ടായിക്ക് സ്നേഹം എന്താണെന്ന് ആദ്യമായി പഠിപ്പിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ ചെറുപ്പം തൊട്ട് ഇന്നീ നിമിഷം വരെ ചേട്ടായുടെ ഏറ്റവും വലിയ ശക്തിയായി നിൽക്കുന്ന ചേട്ടായുടെ അപ്പച്ചനും അമ്മച്ചിയും അവർക്ക് ഇന്നീ ദിവസം ഒരു പ്രിയപ്പെട്ട മകളെയും കൂടിയാണ് ലഭിക്കുന്നത്. Let's welcome the parents of our amazing group. Shajendra and Niniaji, please join us on the stage. Next, let's welcome the two who share a childhood with the bride, the keepers of all her secrets and the witness to her beautiful journey. Her heart is full seeing you here today. Let's welcome her sisters Anshu and Alanta to the stage. ഇന്ന് മനസ്സമ്മതം നൽകിയിരിക്കുന്ന ഷെബിനെയും അനിതയെയും പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നു. അവര് പുതിയ ഒരു കുടുംബജീവിതം ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 8-ാം തീയതി അവർ ദൈവസന്നിധിയിൽ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കും. ഇനിയുള്ള ഈ ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ ദിനങ്ങളാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല ഒരു തീരുമാനത്തോടുകൂടെ ഇവരെ ആരംഭിക്കുന്ന കുടുംബജീവിതം ആരംഭിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവർക്ക് എല്ലാവിധ ആശംസകളും അതുപരിയായിട്ട് പ്രാർത്ഥനകളും ഞങ്ങളുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ അറിയിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപ ഈശോ തന്നെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും.
ആൻസർ എങ്കിൽ ചേട്ടായി അനീറ്റയുടെ ചപ്പൽ പ്രൈസ് ചെയ്യണം. അതേപോലെ അനീറ്റ കേട്ടോ. ഇവര് തമ്മിൽ പരസ്പരം കാണത്തില്ല ചോദ്യം ചോദിക്കുമ്പോ. അപ്പൊ നമുക്ക് ഗെയിം ഒന്ന് തുടങ്ങാം. റെഡിയാണോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തത്? അപ്പൊ നമുക്ക് ഒരു വലിയ ആൻസർ കിട്ടി. സെക്കൻഡ് മോസ്റ്റ് റൊമാൻറ്റിക്. ചെബിൻ ചേട്ടാ ഇത് സ്കോർ ചെയ്ത് പോവാണല്ലോ. ആദ്യം വഴക്ക് തുടങ്ങുന്നതാരാ? അനീറ്റ ഇങ്ങോട്ട് നോക്കരുത്. ഫോർത്ത് ക്വസ്റ്റ്യൻ വഴക്കിന് ശേഷം ആദ്യം സോറി പറയുന്നതാരാ? അപ്പൊ ഈക്വൽ ആയി തുടങ്ങി. ആരാ കൂടുതൽ കുട്ടി? കുട്ടി ആരാ? ചേട്ടാ കുട്ടിയല്ലേ? പരിശ്രമം ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. എനിക്ക് നാണമില്ലാത്തതുകൊണ്ട് നാണം കെടാനായിട്ട് ഒരു മടിയുമില്ല. എന്തായാലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക, രസിക്കുക. സ്നേഹമുള്ള ഷെബിൻ, അനിഷ, ഇവിടെ ഒരു പെട്ടിയുണ്ട്, ഇതുകൂടി ഇരിക്കട്ടെ. ഒരു റിങ് ഇവിടെ ഉണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾ തന്നാലേ ഉള്ളൂ. ഷെബിന്റെ വാച്ചും ഒരു തരാമോ? ഒരു വാച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു റിങ് ഇവിടെ ഉണ്ട്. അടുത്തതിന്റെ ഒരു വള തരാമോ? ഒരു വള ഇവിടെയുണ്ട്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ.
അനിക്കും ഷെബിനും സൂക്ഷിച്ച് നോക്കണം. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ചിന്തിച്ചോ ഏതാണ് വേണ്ടതെന്ന് ചിന്തിച്ചോ. അതെടുക്കാനായിട്ട് അവസരം തരാം. ആദ്യത്തെ ചോദ്യം ഷെബിനോടാണ്. ഉത്തരം പറയാൻ പാടില്ല. ഉത്തരം മനസ്സിൽ ചിന്തിക്കാൻ മാത്രമേ പാടുള്ളൂ. ഷെബിൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ഞാൻ ഇവരുടെ അടുത്ത് വെളിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. ചിലപ്പം ശരിയാവാം, തെറ്റാകാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഷെബിൻ, നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂൺ പോകാനായിട്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലം ഷെബിന്റെ മനസ്സിൽ, ചിലപ്പോൾ അനിച്ചയുടെ ഒരുമിച്ച് തീരുമാനം എന്താണെന്ന് അറിയില്ല. ഷെബിൻ ചിലപ്പം പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം, എനിക്കറിയില്ല. ഷെബിന് മാത്രമേ അറിയുള്ള സ്ഥലം ഏതാണെന്ന് എന്നോട് പറയരുത്. ഷെബിൻ ആ സ്ഥലത്തെ കുറിച്ച് കണ്ണടച്ച് ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഹണിമൂണിന് പോകാനായിട്ടുള്ള സ്ഥലം. ഇത് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ആ സ്ഥലം തന്നെ പറയണം കേട്ടോ. ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ ഇപ്പം ചിന്തിച്ച സ്ഥലം തന്നെ എന്നോട് പറയണം. മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഷെബിൻ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഞാൻ ഈ പേപ്പറിൽ എഴുതാനായിട്ട് പരിശ്രമിക്കുകയാണ്. കറക്റ്റായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ആയതുകൊണ്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ ഞാൻ ഒരു സംഖ്യ എഴുതാം. ആരും കാണണ്ട, അതുകൊണ്ട് ഇരുന്നോട്ടെ. ഇരിക്കുന്ന ലക്ഷ്യം ഇതിനിടയിൽ ഇരുന്നോട്ടെ. അടുത്ത ചോദ്യം അനിച്ചയോടാണ്. അനിച്ച, നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാമോ? അറിയാമോ? ഇല്ല, എനിക്കറിയില്ല. ആ സ്ഥലത്തെ കുറിച്ചൊന്ന് അനിറ്റ മനസ്സിൽ ചിന്തിക്കാം. അതേസമയം നമ്മുടെ ഷെബിൻ ഹണിമൂണിന് പോകാനായിട്ട് ഒരു സ്ഥലം പറഞ്ഞിരുന്നു. ആ സ്ഥലം ഏതാണെന്ന് ഒന്ന് വെളിപ്പെടുത്താം. ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷെബിനി മാറ്റി ചിന്തിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാവരും കേൾക്കെ മൈക്കില് ആ സ്ഥലം ഏതാണെന്ന് പറയാമോ? മണാലി. മണാലി മണാലിയാണ് ഷെബിൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം. എന്തായാലും ഞാൻ ഇവിടെ ഒരു സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. അത് മണാലിയാണോ അല്ലയോ എന്ന് നമുക്ക് അവസാനം ചെക്ക് ചെയ്യാം. അടുത്ത ചോദ്യം അനിറ്റയോടാണ്. അനിറ്റ, ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലം മനസ്സിലൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കണ്ണുകളച്ച് ചിന്തിക്കുക. അനിറ്റ, നിങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലം ഏതാണെന്ന് കണ്ടെത്താനായിട്ട് ഞാനൊരു പരിശ്രമം നടത്താം. ഞാൻ എഴുതുന്നത് വീഡിയോ എടുക്കരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇവിടെ 3 സാധനങ്ങളുണ്ട്. ഒരു വളയുണ്ട്, ഒരു റിംഗ് ഉണ്ട്, ഒരു വാച്ച് ഉണ്ട്. ഇതൊരു പ്രവചനമാണ്. ഈ സമ്മാനം ഇവിടെ ഇരിക്കട്ടെ. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു സാധനം ഷെബിന് തിരഞ്ഞെടുക്കാം. വളയുണ്ട്, മോതിരമുണ്ട്, വാച്ചുണ്ട്. ഏത് വേണമെങ്കിലും ഷെബിന് തിരഞ്ഞെടുക്കാം. ഇതിൽ ഷെബിന്റെ വാച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഷെബിന് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഷെബിന്റെ ഇഷ്ടമാണ്. ഷെബിന് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പറഞ്ഞാൽ മതി. ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്? വള വേണോ? അനിറ്റയുടെ വള വേണോ? അനിറ്റയുടെ വള വേണമെങ്കിൽ ഷെബിന് കൊണ്ടുപോകാം. മോതിരം വേണോ? അതോ ഷെബിന്റെ തന്നെ വാച്ച് വേണം? പറയണം. മോതിരം.
മോതിരം ഉറപ്പാണ്. മോതിരം മതി, മാറ്റമില്ല. ഷെബിന് വീണ്ടും വീണ്ടും അവസരം തരികയാണ്. ഷെബിന് വേണമെങ്കിൽ ചിന്തിക്കാം, വേറെ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. ഷെബിന് മോതിരം മതി, മോതിരം മതി. ഓക്കെ, ഞാൻ ഈ പേപ്പറിൽ ഒരു കാര്യം ചുമ്മാ എഴുതി വെച്ചേക്കാം. നമുക്ക് അരിറ്റ നേരത്തെ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയ സ്ഥലം പറഞ്ഞു. ആ സ്ഥലം ഒന്ന് വെളിപ്പെടുത്താമോ? പേരാവൂർ ആശ്രമത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഇവിടെ 3 പേപ്പറുകൾ ഇരിപ്പുണ്ട്. നമുക്ക് ഈ അവസാനം പറഞ്ഞ കാര്യത്തിലേക്ക് കടന്നു വരാം. ഇവിടെ വളയുണ്ടായിരുന്നു, വാച്ച് ഉണ്ടായിരുന്നു, മോതിരം ഉണ്ടായിരുന്നു. പക്ഷെ ഷെബിൻ തെരഞ്ഞെടുത്തത് മോതിരമാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു പ്രവചനമാണ്. ഇവർ പറയുന്നതിന് മുന്നേ, ഷെബിൻ പറയുന്നതിന് മുന്നേ ഞാൻ ഈ ബോക്സിൽ ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഷെബിൻ തന്നെ പറഞ്ഞു പൊളിച്ചു. അത് ആ ബോക്സിന് ആവശ്യമില്ല, പൊളിച്ചു പോയാലും കുഴപ്പമില്ല. അതിനുള്ളിലുള്ള സാധനം മാത്രം. ഷെബിൻ തിരഞ്ഞെടുത്ത റിങ് ഇവിടെയുണ്ട്. വാച്ചും വളയും വേണ്ടാത്ത ഷെബിൻ ഈ മോതിരം മാത്രമാണ് തിരഞ്ഞെടുത്തത്. ഇനി ആ പെട്ടിയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മോതിരം. ഷെബിൻ വാച്ചോ വളയോ എടുത്തിരുന്നെങ്കിൽ ഈ മത്സരം ഇവിടെ അവസാനിച്ചാണ്. കാരണം ആ പെട്ടിയിലെ മോതിരം മാറ്റാനായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷെ ഷെബിനെ കൊണ്ട് മോതിരം തന്നെ എടുപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. അപ്പൊ ഈ 2 മോതിരവും 2 പേർക്കും സമ്മാനമായി തരുന്നു. സൈസ് അനുസരിച്ച് ഇട്ട് നോക്കുക. ഇനി ഇവിടെ 3 പേപ്പറുകളുണ്ട്. ഒന്നാമതായിട്ട് ഷെബിനോട് ചോദിച്ച ചോദ്യം എന്താണ്? ഹണിമൂണിന് പോകുന്ന സ്ഥലം. ഷെബിൻ ഇതൊന്ന് വായിച്ചു. മണാലി. ഷെബിൻ പറഞ്ഞ മണാലി തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് 2 എന്ന നമ്പറിൽ അനിത്യയുടെ ചോദ്യമായിരുന്നു. അനിത്യക്ക് വായിക്കുന്നു. അടുത്തത് 3. ഇത് എഴുതേണ്ട ആവശ്യമില്ല, എഴുതിയിട്ടുണ്ട്. റിങ് ഓൾറെഡി ബോക്സ് അൺബോക്സ് ചെയ്തു. അതില് റിങ് ആയിരുന്നു. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവർ ചിന്തിച്ചതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഇനി നമുക്ക് എന്താണ് ഒരു റിങ് തരും. ചെറിയ മോതിരം, ഒരു വള, ഒരു കൊണ്ട, ഒരു പേന, ഒരു വാച്ച്. ഇതിൽ നിന്നും അനിത്യക്ക് ഏതെങ്കിലും ഒരു സാധനം എടുക്കാൻ വരട്ടെ. സാധനം ഞാൻ തരാം. ഏതെങ്കിലും ഒരു നമ്പർ പറയുക. 1 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു നമ്പർ പറയുക. 1 മുതൽ 6 വരെയുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറയുക. 2.
ഈ പേപ്പർ ഇവിടെ ഇരിക്കട്ടെ. ഇതാണ് പ്രവചനം. പ്രവചനം ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത് പറഞ്ഞത് 2. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയാണ്. 2 TWO 2 പ്രകാരം കിട്ടുന്നത് ജപമാലയാണ്. ഇത് ശരിയാണെങ്കിൽ അനിറ്റയ്ക്ക് ജപമാല സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ്. ഒന്നുകൂടെ നോക്കിക്കോ. വാച്ച് 1 2 3 TWO. ഓക്കെ, ഈ റോസറി സമ്മാനമായിട്ട് ലഭിക്കുന്നു. ഇനി പ്രവചനം നോക്കാം. പ്രവചനം ശരിയാണെങ്കിൽ ജീവിത പങ്കാളിയായ ഷെബിനും റോസറി ലഭിക്കുന്നതാണ്. പ്രവചനം തെറ്റാണെങ്കിൽ അഞ്ചനോട് പറയണം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അനിറ്റ അത് തന്നെ എടുത്തു. അത് തന്നെ എടുത്തതുകൊണ്ട് ഷെബിനും ഒരു റോസറി സമ്മാനമായിട്ട് ലഭിക്കുകയാണ്. ഇനി നമുക്ക് 4 പേരുടെ ആവശ്യമുണ്ട്. 4 പേരൂടെ എത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 4 പേപ്പറുണ്ട്. ഓരോ പേപ്പർ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കാം. പേപ്പർ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. ഓക്കെ, ഈ പേപ്പർ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പേപ്പറുകൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക, കളയരുത്. പേപ്പറിൽ എന്തെങ്കിലും മാർക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളാണ് ഉത്തരം എഴുതേണ്ടത്. നമ്മളിവിടെ ഇതൊക്കെ കഴിഞ്ഞ ആഘോഷമായ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. കുറെ വിഭവങ്ങൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്നാണ് അതിൽ എഴുതേണ്ടത്. ചേച്ചി എഴുതുന്നത് ചേച്ചി മാത്രം എഴുതാവുള്ളൂ, ചേട്ടായി എഴുതുന്നത് ചേട്ടായി. നിങ്ങൾ രണ്ടുപേരും എഴുതുന്നത് അവരവരുടെ ഇഷ്ടമാണ്. ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കരുത്. ഓരോരുത്തരായിട്ട് ഈ ടേബിളിൽ വന്ന് എഴുതാം. ബാക്കി ആരെയും കാണിക്കാത്ത രീതിയിൽ ടേബിളിൽ വന്ന് എഴുതാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നെ കാണിക്കരുത്. എഴുതിയതിനു ശേഷം മടക്കുക, എന്നിട്ട് പ്ലേറ്റിൽ ഇടുക. എന്നെ കാണിക്കരുത്. എന്നെ കാണിക്കരുത്. ഓക്കെ, ഇവിടെ 4 പേപ്പറുകളുണ്ട്. 4 പേപ്പറുകളും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു പേപ്പർ എടുക്കുകയാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ബിരിയാണിയാണ്. ഈ കൂട്ടത്തിൽ ആരാണ് ബിരിയാണി ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കുന്നത്? ബിരിയാണി ഇഷ്ടമുള്ളവർ എന്റെ കണ്ണിലേക്ക് നിന്ന് നോക്കുക. ബിരിയാണി ഇഷ്ടമുള്ള നമ്മുടെ അലന്റയ്ക്ക് ബിരിയാണി തന്നെയാണ് ഇഷ്ടം, ആണോ? അതെ, അലന്റയ്ക്ക് ബിരിയാണി തന്നെയാണ് ഇഷ്ടം. അടുത്തതും ബിരിയാണി അടുത്തതിലും ബിരിയാണി ഉണ്ട്. അതിന്റെ മോളിൽ കപ്പ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി ഇഷ്ടമുള്ള ആള് ഈ ലോകത്താണ്, ആ ഭാഗത്താണോ? കപ്പ ബിരിയാണി ഇഷ്ടമുള്ള ആള് ബിരിയാണിയുടെ കൂടെ തന്നെയുണ്ട്. കപ്പ ബിരിയാണി. അഞ്ചിന് കപ്പ ബിരിയാണി ഇഷ്ടമല്ലേ?
ബിരിയാണി തന്നെ കഴിച്ചിരിക്കുന്നത്. എത്രയേറെ വിഭവങ്ങളുണ്ടായിരുന്നു, ബിരിയാണി തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ബിരിയാണി ഇഷ്ടമുള്ള നമ്മുടെ ചേച്ചിയോടുണ്ട്. അവസാനത്തെ ഇതിലെങ്കിലും ബിരിയാണിക്ക് ഒരു മോചനം കിട്ടുമോ എന്ന് നോക്കാം. എന്തായാലും അവസാനത്തെ ആളിന് സംശയമില്ല. ചപ്പാത്തി ചിക്കൻ ഫ്രൈ ഇഷ്ടമുള്ള നമ്മുടെ ചേട്ടനോടെ ഉണ്ട്. നിങ്ങൾ എഴുതി തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയതെന്നൊന്നും പറയാമോ? നിങ്ങൾ പേപ്പറിൽ എഴുതി തന്നെയാണോ ഞാൻ നിങ്ങൾക്ക് തന്നത് എന്ന് പറയാമോ? അതെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഞാൻ എഴുതിയതുപോലെ തന്നെ നിങ്ങൾ എഴുതിയതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി അവസാനിച്ചു. ഒത്തിരി നന്ദി. ഇതോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നിനക്ക് വേണ്ടി നമ്മ കുഴമ്പ് കൊണ്ടുവന്നു തന്നില്ലേ
കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിന്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മോളം കൂട്ടി ഉണ്ണികളെ ഒരു കഥ പറയാം. तारा मेरा पूछ रहा टूटे वो क्या तेरे यहाँ मांगने को खड़ा तू ना वहाँ डूबे जाए जैसे कारी गहराए जाए हुई रे कारी के छोर पे भोर हुई रे कारी हुई रे कारी के छोर पे भोर हुई रे. ये स्याही ऐसा खारा लिखे भला ना दिखे कारा लिखे कारे से पूते हर खुले रोशन तान काने में बस चला चले बीते ये कारी चाह करे भोर दिखाएगी क्या लिखा तेरे लिए धूप बरसा रहा तू ना वहाँ डूबे जाए जैसे कारी गहराए जाए हुई रे कारी हुई रे कारी के छोर पे भोर हुई रे कारी हुई रे कारी के छोर पे भोर हुई रे. तू बोले पूरा हो तारे की है तैयारी तेरे लिए टूट के रोशन अंतिम भारी रेत में पाँव तेरे ऊपर से मन भी भारी डूबता जाए पर मन को है रेत प्यारी रेत की भलाई न चाहे तुझको खारी